വളരെ മനോഹരമായ ഒരു വൈകുന്നേരം. ഈ പാതയോരത്ത് നിന്നുകൊണ്ട് ഞാൻ നോക്കിക്കാണുന്നത് ഇതാ ഈ കാണുന്ന പള്ളിയിലേക്കാണ്. ചുട്ടുപൊള്ളുന്ന സൗദി അറേബ്യയുടെ ഊട്ടിപ്പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ത്വായിഫിലാണ് ഇപ്പോൾ. ഇവിടെ ഈ കാണുന്ന മതിൽക്കെട്ടിനപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ ത്വായിഫിലെ ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന കേന്ദ്രമാണ്. ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരും ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് ചരിത്രങ്ങളിൽ പറയുന്നു. കാഴ്ചയ്ക്ക് മനോഹരമായ വിരുന്നൊരുക്കി ഒരുപാട് പൂച്ചെടികളും ഫലങ്ങൾ നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒട്ടനവധി ഫലവൃക്ഷങ്ങളും അതിനു പുറമെ ഒരു നേരിയ തണുപ്പും ത്വായിഫ് സുന്ദരമാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ നീറുന്ന ചരിത്രത്തിൻ്റെ കഥനകഥകളാണ് മനസ്സിലൂടെ ഓർമ്മ വരുന്നത്. ഈ കാണുന്ന ബാബു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കടന്ന് നമ്മൾ അബ്ബാസ് തങ്ങളുടെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. പണ്ഡിത ശ്രേണികളിൽ ഉന്നതരായിരുന്നു. എല്ലാ വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഇൽമിൻ്റെ കേന്ദ്രമായിരുന്നു അബ്ബാസ് തങ്ങൾ. സ്വഹാബത്തിനിടയിൽ പോലും വലിയ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചിരുന്നു. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായിരുന്ന അബ്ബാസ് തങ്ങളുടെ പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പള്ളിയുടെ അകം വളരെ മനോഹരമായിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഖുർആൻ ഓതിയിരിക്കുന്നുണ്ട്. അവരോട് സംവദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതജ്ഞനാണ്. ഇതാണ് മക്തബത്തു അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. അവിടുത്തെ പേരിലുള്ള ലൈബ്രറിയാണ്. അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സിയാറത്ത് ചെയ്തു യാത്ര തുടർന്നു.